നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുവരുന്ന ഏറ്റവും ഗുരുതരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമുക്കെല്ലാം അറിയാവുന്ന വസ്തുത തന്നെയാണ്. കാര്യം, കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അവർ പുഴയിലും ഒക്കെ വലിച്ചെറിഞ്ഞ് അവരെ കൊലപ്പെടുത്തുന്നു. ഒരു ജീവൻ ആർക്കും നഷ്ടപ്പെടുത്തുവാൻ അധികാരമില്ല. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് അതിന് ഈ ലോകത്ത് ജീവിച്ച് മതിയാവോളം എല്ലാ സുഖസൗകര്യങ്ങളും ദുഃഖങ്ങളാലും പ്രയാസങ്ങളും ഒക്കെ ആയാലും എല്ലാം അനുഭവിച്ച് ഈ ലോകത്തിൽ ആ കുട്ടിക്ക് ജീവിക്കുവാനുള്ള സർവ്വവിധമായ സ്വാതന്ത്ര്യമുണ്ട്. വളർന്ന് ഒരു വലിയ വ്യക്തിയായി തീരുവാനുള്ള സ്വാതന്ത്ര്യം ഒരു കുട്ടിക്കുണ്ട്. ആ കുട്ടിയുടെ ജീവൻ പൊലിഞ്ഞു പോവുക എന്നുള്ളത് വളരെ വലിയ ഒരു ദ്രോഹമാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ കൂടുതലും ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് അടുത്ത ബന്ധുക്കൾ ആണ്. അതുപോലെ തന്നെ മിക്ക കുടുംബങ്ങളിലും അച്ഛനമ്മമാർ തമ്മിൽ വേർപെടുന്ന കുടുംബങ്ങളിൽ അമ്മ വേറെ പങ്കാളിയെ കണ്ടെത്തും, അച്ഛനും വേറെ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കൂടുതലും കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പമാണ് കഴിയുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ്. അമ്മയുടെ ഒത്താശയോടുകൂടി അമ്മയുടെ കൂടെ താമസിക്കുന്ന ആൾ അല്ലെങ്കിൽ അമ്മയുടെ കാമുകൻ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു. അങ്ങനെ നിരവധി കേസുകളാണ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊന്നും തന്നെ സമൂഹത്തിൽ ആരും അറിയുന്നില്ല. അതോ തൊട്ടടുത്ത വീട്ടിൽ ഇങ്ങനെയൊരു ക്രൂരകൃത്യം നടക്കുന്നത് കണ്ടിട്ടും കാണാതിരിക്കുകയാണോ? അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഓരോ ഗ്രാമങ്ങളിലുമാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ, അതായത് ഗ്രാമം, വാർഡുകൾ, അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള അക്രമങ്ങളും അനീതികളും ഇതുപോലെ തന്നെ ഉള്ള ക്രൂരകൃത്യങ്ങളുമൊക്കെ ഒഴിവാക്കുവാൻ സാധിക്കും. ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാൽ മതി. കാരണം തൻ്റെ നാട്ടിൽ ദിനംപ്രതി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്കറിയാം. ഇതെല്ലാം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെന്ത് വേണം? ഇത് അധികൃതരെ അറിയിക്കണം. അതുകൂടാതെ ഇങ്ങനെയുള്ള, അതായത് തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ബോധവൽക്കരണ ക്ലാസുകൾ ഒക്കെ വാർഡ് തലത്തിൽ നടത്തപ്പെടണം. ഇതെല്ലാം ഒരു പ്രഹസനമായി പോകുന്നതാണ് ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ. കാരണം ഗവൺമെൻറ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കുന്നതിന് വേണ്ടി ധാരാളം പദ്ധതികൾ, പ്രോജക്റ്റുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് ഒരു കുഞ്ഞ് അച്ഛനോ അമ്മയ്ക്കോ ഭാരമാണെന്ന് തോന്നിയാൽ അവരെ അമ്മത്തൊട്ടിലിൽ നമുക്ക് കൊണ്ടുചെന്ന് ആക്കുവാൻ സാധിക്കും. അപ്പോൾ അവർ ആ കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കുഞ്ഞ് എന്തു ചെയ്യാം? ആ കുഞ്ഞിനെ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അതിന് മതിയായ വിദ്യാഭ്യാസം കൊടുക്കുകയും അതിൻ്റെ ഭാവി ജീവിതം എല്ലാം ഗവൺമെൻറ് നോക്കിക്കൊള്ളും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഗവൺമെൻറ് എന്ത് സുരക്ഷാ ക്രമീകരണങ്ങളാണ് നമ്മുടെ രാജ്യത്ത് കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നത്. ഇത് എത്ര കുട്ടികൾക്ക് കിട്ടുന്നു? അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ജീവിത സാഹചര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അച്ഛനും
അമ്മയോടും ഒപ്പം കഴിയുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഉള്ള ക്രൂര കൃത്യങ്ങൾക്ക് അവർ ഇരയായി മരണം വരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുഞ്ഞിനെ വളർത്തുവാൻ ഭാരമാണെങ്കിൽ അവരെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്ക്. അതൊരു ഭാരമല്ല. അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ദമ്പതികൾ കാണും, അവർക്ക് കൊടുക്കാം. അവർ പൊന്നുപോലെ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരും. അതുപോലെ തന്നെ ഗവൺമെൻറ് തന്നെ ഇന്നിപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒന്നും കുഞ്ഞുങ്ങളൊരു ബാധ്യതയോ ഭാരമോ ഒന്നുമല്ല. ഗവൺമെൻറ് കുട്ടികൾക്ക് വേണ്ടി ധാരാളം പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ് അംഗൻവാടി. അംഗൻവാടികൾ വഴി ഗർഭിണികൾക്കും അതുപോലെ തന്നെ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ പോഷകാഹാര പദ്ധതികൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇതെല്ലാം അർഹതപ്പെട്ടവർക്ക് എത്തുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കേണ്ടത്. കാര്യം ഇത് പലപ്പോഴും ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കറിയത്തില്ല. നമ്മളിപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടി വഴി പോഷകാഹാരങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടി 5 വയസ്സാകുമ്പോൾ സ്കൂളിൽ ചേർത്താൽ ആ കുട്ടിക്ക് അവിടെ സൗജന്യമായിട്ടുള്ള യൂണിഫോം, സൗജന്യമായിട്ടുള്ള പാഠപുസ്തകങ്ങൾ, ഇങ്ങനെ എല്ലാം ഈ കുട്ടിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി പോലും പീഡിപ്പിക്കപ്പെടരുത്. അതിനുവേണ്ടി അധികൃതർ, ഗവൺമെൻറ് എല്ലാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു.